സിറ്റ് ഡൗൺ. മിസ്റ്റർ പ്രകാശ്, മീറ്റിംഗ് 3:30 മണിക്കാണ്. എല്ലാവരെയും ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ? യെസ് സാർ, എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ബോർഡ് റൂം റെഡിയല്ലേ? റെഡിയാണ് സർ. എല്ലാ ബ്രാഞ്ചിൽ നിന്നും ലാസ്റ്റ് മന്ത് റിപ്പോർട്ട് കിട്ടിയോ? സാർ, കഴക്കൂട്ടം ബ്രാഞ്ചിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്താ ഇത്ര ലേറ്റ് ആകുന്നത്? എത്രയും പെട്ടെന്ന് മെയിൽ അയക്കാൻ പറയൂ. സാർ ഗോൾഡിന്റെ റേറ്റ് ഇന്നും മാറിയിട്ടുണ്ട്. ഗോൾഡ് ലോണിന്റെ റേറ്റിൽ ഒരു മാറ്റവും ഇപ്പൊ വേണ്ട സർ. ഞാൻ ഫോർട്ട് ബ്രാഞ്ചിലെ മാനേജറെ ഒന്ന് വിളിച്ചിട്ടെ. യു മേ ഗോ. ഓക്കെ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായി, ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ? ചെയ്തു സർ. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. പിന്നെ മന്ത്ലി ടാർഗറ്റ് മാത്രം പോരാ, ആനുവൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പ്രശ്നമാണേ. എനിക്ക് മുകളിൽ നിന്ന് പ്രഷറുണ്ട്. ഷുവർ സർ. മാഡം, ക്യാഷ് ക്ലോസ് ചെയ്തോ? ക്യാഷ് ക്ലോസ് ചെയ്തു, ലോക്കറിലും ആക്കി. കീ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങണമായിരുന്നു. അപ്പൊ പതിപോലെ ഇന്നും നേരത്തെ പോവാണല്ലേ? തന്നെ. രാഹുലെ, നമ്മൾ ടൂർ പോയതിന്റെ എക്സ്പെൻഡിച്ചർ മാനേജർക്ക് കൊടുത്തായിരുന്നോ? ഇപ്പൊ തന്നെ കൊടുക്കാം. രാഹുൽ ഇതുവരെ എക്സ്പെൻഡിച്ചർ കൊടുത്തില്ല. അടുത്ത ടൂറിനെ കുറിച്ച് ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നു. അതിനി അടുത്ത കാലത്തൊന്നും ഉണ്ടാവാൻ തോന്നുന്നില്ല. 3 ദിവസം ഒരുമിച്ച് ലീവ് കിട്ടുമ്പോൾ നമുക്ക് മൂന്നാറിലേക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്താലോ? ചിലവേറ്റോ, ഞങ്ങൾ റെഡി. മാഡം, ലിപ്സ്റ്റിക് അല്പം കൂടി ആവാമായിരുന്നു. ആണോ മോളെ? ഇല്ല ചേച്ചി, കറക്റ്റാ. ഒന്നുകൂടത്തിന് എന്തിനാ പൊടുത്ത്? ശരിയാ. ഒരു തമാശ പറയരുതേ. അയ്യോ, 3:30 അതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ചാൽ ചുട്ടുകരിക്കും ഞങ്ങൾ. ആരും ശബ്ദം ഉണ്ടാക്കരുത്. ജീവൻ വേണമെങ്കിൽ ശബ്ദമുണ്ടാക്കരുത്. ഞങ്ങൾ ബാങ്ക് കൊള്ളയടിക്കുകയാണ്. ഹാൻഡ്സ് അപ്പ്. നടക്ക്, നടക്കാൻ. പണം സർക്കാരിൻ്റെതാണ്, ജീവൻ നിങ്ങളുടെയും. എല്ലാരും പുറത്തിറങ്ങ്. എല്ലാരും പുറത്തിറങ്ങ്, പെട്ടെന്ന്. ഇറങ്ങ് പുറത്ത്. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുക. നെറ്റിയിൽ കൈവച്ചില്ലാരും കമ്മ നടക്കവിടെ. പെട്ടെന്ന്. എന്താടി
പറഞ്ഞു കേട്ടില്ലേ? കിടക്കവിടെ. Hey, come on. പെട്ടെന്ന് വാ. സാർ വേഗം പോലീസിനെ വിളിക്ക്. ഇപ്പൊ വേണ്ട. ഞാൻ ഏരിയ മാനേജർ ഒന്ന് വിളിക്കട്ടെ. കസ്റ്റംസിന് ആരെയും അകത്തേക്ക് വിടുന്നുണ്ട്. ഡോർ ക്ലോസ് ചെയ്യാൻ പറയും. ഫോൺ എപ്പോഴും ബിസിയാണ് കേട്ടോ. നിങ്ങൾ ബാക്കി ക്യാഷ് ഒന്ന് കൗണ്ട് ചെയ്തേ. മിസ്റ്റർ ശേഖർ, നിങ്ങൾ വെറുതെ കിടന്ന് ചാടാതെ. കള്ളന്മാരെടുത്തത് 10 കോടി. അവിടെ ബാക്കി എത്രയുണ്ട്? 10 കോടി. 10 കോടി അത് നമുക്ക് ഷെയർ ചെയ്യാവുന്നേ. പിന്നെ നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് 2 കോടി. അതും കൂടെ അവന്മാരെ തലയിൽ കെട്ടിവെച്ചേക്ക്. 22 കോടി കള്ളന്മാർ കൊണ്ടുപോയി. മനസ്സിലായോ? ഇതിനാണ് ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയുന്നത്. ഡു വാട്ട് ഐ സേ. വി വോണ്ട് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ലൈക്ക് ദിസ്.
എടാ നമുക്കിത് എണ്ണി നോക്കിയാലോ? ഏയ് അത് വേണ്ട. അത് പ്രായോഗികമല്ല. വളരെയധികം പണമുണ്ട്. എണ്ണിക്കൊണ്ടിരിക്കുന്ന റിസ്ക്കാ. കുറച്ച് കഴിയുമ്പോൾ ടി വിയിലും പത്രത്തിലൊക്കെ വരുമല്ലോ. അപ്പൊ വ്യക്തമായ കണക്കറിഞ്ഞാ പോരെ? ഇതിനാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിന് പ്രായോഗിക ജ്ഞാനം കൂടും. നീ +2 വരെ പഠിച്ചില്ലേ? ഞാൻ പഴയ 4ാം ക്ലാസ്സും കുസ്തിയാ. നീ ആ ഗ്ലാസ് എടുത്ത് ഓരോന്ന് ഒഴിക്ക്, 2 എണ്ണം വീശാം. ബാങ്ക് ഓഫ് ബ്രഹ്മപുത്രയിൽ വൻ കവർച്ച. ടിവിയിൽ ന്യൂസ്. ഇന്ന് വൈകുന്നേരം 3:30 സിറ്റിയിൽ നടുക്കിയ കൊള്ള അരങ്ങേറിയത്. തോക്കുധാരികളായ 3 പേരാണ് ബാങ്ക് ജീവനക്കാരെ ബന്ദികളാക്കി കൊള്ളയടിച്ചത്. 22 കോടി രൂപ കവർച്ചക്കാർ അപഹരിച്ചുവെന്ന് ബാങ്ക് മാനേജർ അറിയിച്ചു. 22 കോടിയോ? ലോക്കറിലുണ്ടായിരുന്ന 200 പവനിലധികം സ്വർണ്ണാഭരണങ്ങളും അപഹരിക്കപ്പെട്ടു. 200 പവൻ സ്വർണ്ണോ? അതിനാൽ കസ്റ്റമേഴ്സ് ഒന്നും ബാങ്കിൽ ഇല്ലായിരുന്ന സമയത്താണ് കവർച്ചക്കാർ ബാങ്കിലേക്ക് ഇരച്ചു കയറിയത്. ജീവനക്കാരെ തോക്കിന്റെ മുൾമുനയിൽ നിർത്തിയാണ് പണം അപഹരിച്ചത്. 3 പേരും മുഖം പകുതി മറച്ച നിലയിലാണ് ബാങ്കിൽ പ്രവേശിച്ചത്. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. SP കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നാ നമുക്കിത് എണ്ണി നോക്കാം. ബാലഭാസ്കറിന്റെ മരണം ആസൂത്രിതമെന്ന് കലാഭവൻ ടോമി. നീ ആ TV ഓഫ് ചെയ്ത്. BJP പുനഃസംഘടന കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ പരിഗണിച്ചിട്ടുണ്ട്. എടാ ഇതിന് 10 കോടിയല്ലേ ഉള്ളൂ. അപ്പോ ബാക്കി 12 കോടി എവിടെ? എവിടെ? അവന്മാര് പൊക്കിയതാ അവന്മാര്. നമ്മൾ ജീവൻ പണയപ്പെടുത്തി നേടിയത് 10 കോടി. പക്ഷെ ആ കള്ളൻ മാനേജർ മേലനങ്ങാതെ നേടിയത് 12 കോടി. നമ്മളെക്കാൾ വലിയ കള്ളന്മാരോ? ബാക്കി നമ്മൾ പൊക്കും. സർക്കാർ പണം കൊള്ളയടിക്കുന്നതാരാ? ആരാ? ഭരിക്കുന്നവരും അവരുടെ ശിങ്കിടികളും. അതിൽ നിന്ന് കുറച്ച് നമ്മൾ പൊക്കി. അതിലെന്താ തെറ്റ്? എന്താ? ഇനിയും പൊക്കും.